ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഒരു ഹിഡൻ പ്ലേസിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നു. അതും എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഇത്രയും കിടിലൻ സ്ഥലം എറണാകുളത്തൊക്കെ ഉണ്ടെന്ന് ഞാൻ എപ്പോൾ അറിയുന്നത്. ഈ സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഊഞ്ഞാലെ കിട്ടി കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. പൊട്ടിപ്പോയി, വിധിച്ചിട്ടില്ല. സെറ്റ് കുറച്ച് ബാക്കി പോയിട്ട് അപ്പോൾ കുട്ടിക്കളി വൈബൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പ്രായം എത്രയായാലും വിഷയമല്ല, നമ്മൾ കുട്ടിയെ പോലെ പ്രവർത്തിക്കണം. ഇങ്ങനത്തെ സ്ഥലമൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെയൊക്കെ നിന്നാലേ വൈബൊക്കെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞങ്ങളിവിടെ രാവിലെ ഒരു 8 മണി ഇപ്പോൾ ഇവിടെ എത്തി. 8:30 മേ ബി ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് പോയി. സോ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഷോപ്പൊക്കെ ഉണ്ട് ഉള്ളിൽ, അതൊന്നും ഓപ്പൺ അല്ല. മോർണിംഗിൽ കഴിക്കാനൊന്നും അവൈലബിൾ അല്ല. ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ അവിടെ ലഞ്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. സോ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമെങ്കിൽ അതിന് മുമ്പ് കുറേ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ എത്തുന്ന മുമ്പ്. സോ അവിടെ നിന്ന് കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ വേസ്റ്റൊന്നും അവിടെ ഇവിടെ വാരിയിടില്ല. ഓൾറെഡി അവിടെ ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ സ്ഥലം അതേപോലെ സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം ഞാനും ഉണ്ട്, അനന്തും ഉണ്ട്, സോനയും ഉണ്ട്. സോ ഞങ്ങൾ 3 പേരാണ് ട്രിപ്പിലേക്ക് പോകുന്നത് ഗൈസ്. സോ നമ്മൾ യാത്ര തുടങ്ങുന്ന കൊച്ചിൻ എയർപോർട്ടിൻ്റെ അടുത്താണ്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എത്തി. 28.5 കിലോമീറ്റർ, 29 കിലോമീറ്റർ കൂട്ടിക്കോ. ഏകദേശം 1 മണിക്കൂറിനകത്ത് ഇവിടെ എത്തും. പാനിയേരി പോരും. സോ ഗൈസ് അടിപൊളി സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ 1 ഡേ ട്രിപ്പൊന്നും വേണ്ട, ഒരു 3 മണിക്കൂറിൻ്റെ 4 മണിക്കൂറിനകത്ത് നിങ്ങളുടെ ട്രിപ്പും കഴിയും. കുറച്ച് ട്രേക്കിംഗ് കൊണ്ട് 1 കിലോമീറ്ററോട് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു എലിഫൻറ്റിനൊക്കെ കാണാൻ പറ്റും. അടിപൊളി സ്ഥലം തന്നെയാണ്. ഫോട്ടോഷൂട്ടിനും വീഡിയോസിനും പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. ബട്ട് ഇവിടെ ഷോപ്പൊക്കെ കുറേ ഉണ്ട്. ബട്ട് സമയമുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് അവിടെ ആൾക്കാരൊന്നും കാണാത്ത, തിരക്കൊന്നും ഇല്ലാത്ത കേട്ടോ. സോ 8 തൊട്ട് 4 മണി വരെയാണ് ഇതിൻ്റെ സമയം വരുന്നത്. മോർണിംഗ് 8 AM to 4 PM. റേറ്റും വലിയ റേറ്റൊന്നുമില്ല, ചെറിയ റേറ്റേ ഉള്ളൂ. ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. തിരക്കൊന്നും ഇല്ലാത്തതാണ് ഇതൊന്നും ഓപ്പൺ ആവാത്തത്. സോ ഇവിടെ ഒരു ലഞ്ചൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അത് ഉള്ളിലാണ്, നമുക്ക് പോകുമ്പോൾ അറിയാം. അപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ലഞ്ച് ബട്ട് അവിടെ അവൈലബിളാണ്. റേറ്റും കാര്യങ്ങളുടെ ബോർഡിൽ തന്നിട്ടുണ്ട്. ടിക്കറ്റും നിങ്ങൾ കണ്ടോളൂ, വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ 3 പേര് ടിക്കറ്റിൻ്റെ റേറ്റാണ് നിങ്ങളിത് കാണുന്നത്. 218 rupees ഇൻക്ലൂഡിങ് ടാക്സ് വരുന്നത്. സോ ഗൈസ് ഇവിടെ നമ്മൾ ഇനി എൻ്റർ ആകാൻ പോവാം. ചേച്ചിമാരെ തൂക്കുന്നുണ്ട്. നമ്മളിവിടെ 3 പേര് നിന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് ഗൈസ്. അടിപൊളി സ്ഥലമാണ്, നാച്ചുറൽ കാം വൈബൊക്കെ വേറെ ലെവൽ തന്നെയാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. റിവറിൻ്റെ വ്യൂ ഒക്കെ കാണാം. ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ബെസ്റ്റ് പ്ലേസാണ് ഞാൻ പറയാം. എറണാകുളത്ത് ഇത്രയും കിടിലൻ സ്ഥലമുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ആനന്ദ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. സ്ഥലം നൈസ് പ്ലേസാണ്.
വെള്ളത്തിന് ഒരു പാണിയിൽ പോലും. ഇന്ന് നമ്മൾ പാനീയിൽ പൂരത്താ വന്നിരിക്കുന്നത്. ഇതിന്റെ വൈബ് എങ്ങനെയുണ്ട് കണ്ടു നോക്കാം നമുക്ക്. വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് പുഴയുടെ അടുത്ത്. റിവറിൻ്റെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ വൈബ് വേറെ ലെവൽ, ഫുള്ള് കാടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എലിഫൻ്റൊക്കെ വരുന്ന ഏരിയ ആണ് വെള്ളമൊക്കെ കുടിക്കാൻ വരുന്നത്. സോ അവിടെ കുറേ ലൈൻ കമ്പികളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ആ ഭാഗത്ത് കയറി വരത്തില്ല. ഒരു സമയമുള്ള സമയത്ത് അവർ വരാറുണ്ട്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റും ഇവിടെ എലിഫൻ്റൊക്കെ. സോ നൈസ് പ്ലേസ്, ആ മസ്റ്റ് വിസിറ്റ്. 1 ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഇവിടെയും വിസിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകണോ അതിനും സമയം കിട്ടും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ല. സോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. അടിപൊളി സ്ഥലം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫോട്ടോഷൂട്ട്സിനും വീഡിയോസിനും പിന്നെ വെള്ളത്തിൻ്റെ വൈബൊക്കെ കണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ പിന്നെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥലമുണ്ട്. അതവിടെ ബോർണിംഗ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഗാർഡും അവിടെ ഉണ്ടാവും. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് പ്രകൃതി ഭംഗി. നാച്ചുറലിനകത്തൊരു ഫീലുണ്ട് എൻ്റെ മോനെ. ഇതുപോലത്തെ സ്ഥലങ്ങളിലത്തേക്ക് നിങ്ങൾക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താ ലൈഫ് നിങ്ങൾ ജീവിച്ചെന്ന് വിചാരിക്കുക. ഇതുപോലത്തെ ലൈഫ് നിങ്ങൾ ചില്ല് ചെയ്യണം, എൻജോയ് ചെയ്യണം. ഇങ്ങനത്തെ സ്പോട്ടിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു തൃപ്തി, ഒരു ആശ്വാസം ഉണ്ടോ. ആ ഗ്രീനറി, നാച്ചുറൽ കാഴ്ചപ്പാട്, ആ വെള്ളത്തിൻ്റെ സൗണ്ടും കൂടി കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെ. അത് ഞാൻ എങ്ങനെ പറഞ്ഞുതരാം, നിങ്ങൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ ഗൈസ്, ഈ ഒരു ഫീലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് പറഞ്ഞാൽ ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടുന്ന ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോയാലേ കിട്ടുകയുള്ളൂ. ശരിക്കും നമ്മൾ പോയി ഫാമിലിയോടോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി എൻജോയ് ചെയ്താലേ ആ ഫീലിംഗ് എന്താണെന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പാനീര് പൂരം ഇവിടെ പോയാൽ കിട്ടും ഇങ്ങനത്തെ വൈബ്. വേറെ ലെവൽ തന്നെയാണ്. 1 ഡേ ട്രിപ്പിൽ മേ ബി 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിനും ജെൻസിനും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്ഥലം. പിന്നെ ഇതേ നമ്മൾ പാറക്കല്ലിൻ്റെ സൈഡിൽ കൂടിയാണ് റിവറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലിൻ്റെ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടല്ലോ ഗൈസ്. സോ ഊഞ്ഞാലും കുറേ സ്ഥലത്ത് 2-3 സ്ഥലത്ത് ഇവിടെ സ്പോട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. പിന്നെ ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ അപ്പുറത്ത് പോകാതിരിക്കും. പിന്നെ ഈ സൈഡിൽ കൂടെ ഒരു സ്ഥലത്ത് പോകും. അവിടെ റിവറിൻ്റെ ഒരു വൈബുണ്ട്. ആ വൈബ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഓൾറെഡി കണ്ടാണ്. സോ കുറച്ചും കൂടി വൈബായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. പിന്നെ ഒരു ചെറിയൊരു ട്രീ ഹൗസ് ഉണ്ട്. ബട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇപ്പോൾ സ്റ്റോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് സംഭവം കലക്കി കേട്ടോ. നാച്ചുറൽ കാം, ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. ഇതുപോലത്തെ പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ആശ്വാസം എന്ന് പറയും. വേറെ ലെവൽ തന്നെയാണ്. വൈബും മൂഡും ഒരു ഫ്രഷ്നെസ് കിട്ടും. മൈൻഡ് ഫുൾ ആകെ കൂളായിരിക്കും. വേറെ ലെവലായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ തന്നെ വന്ന് ഇവിടെ ഈ ഒരു വൈബൊക്കെ കണ്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ്.
അപ്പോൾ റിവറിൻ്റെ വൈബൊക്കെ കണ്ടല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ പലതും കാണിക്കാം, നിങ്ങളൊന്നും കാണിക്കല്. സേഫായിട്ട് ഇരിക്കുക, ജസ്റ്റ് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തിട്ട് പോവുക. സോ ഗൈസ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്യുക, ചില്ല് ചെയ്യുക. ഇതുപോലത്തെ പ്ലേസൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലിക്ക് സന്തോഷമാവും, നിങ്ങൾക്ക് സന്തോഷം. ഫ്രണ്ട്സ് ആണെങ്കിൽ വേറെ വൈബായിരിക്കും. സോളോ ആണെങ്കിൽ അതിൻ്റെ വൈബ് വേറെ ലെവലായിരിക്കും. ഞാൻ ഫ്രണ്ട്സായിട്ടാണ് വന്നത്, സോ അതിൻ്റെ വൈബ് വേറെ തന്നെയായിരുന്നു. ബട്ട് ട്രിപ്പ് ശരിക്കും ഞാൻ ആസ്വദിച്ച് അടിച്ചു പൊളിച്ചു. സംഭവം കണ്ടില്ലേ, അടിപൊളി സ്ഥലം തന്നെയാണ്. സോ ഗൈസ്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൻ്റെ കൂടെ കൂടിക്കോളും. സബ്സ്ക്രൈബ് ചെയ്തേക്കും, ലൈക്ക് ചെയ്തേക്കും, കമൻറ്റും ചെയ്തേക്കണേ. സോ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇനി വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളം മൊത്തത്തിൽ അങ്ങ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യയിൽ എല്ലാവരെയും ഇതുപോലത്തെ സ്ഥലങ്ങൾ, ഹിഡൻ പ്ലേസൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. സോ നമ്മളെ കേരളം ആദ്യം മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അറിയാത്ത പേരൊക്കെ ഇവിടെ കൊണ്ടെത്തിച്ച് കൊടുക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ കൺട്രി, ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുള്ളവരെയും കാണണമെന്ന് എൻ്റെ ആഗ്രഹം. അവരും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം എൻ്റെ ത്രൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ത്രൂ. നിങ്ങളും ഇതേപോലത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കാണണമെന്ന് ആഗ്രഹിക്കത്തില്ല. അതേപോലെ എൻ്റെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളം വേറെ ലെവലാണ്. നമ്മളെ കേരളത്തിലങ്ങ് ലോകത്തിൽ മൊത്തം മുമ്പാറ് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുപോലത്തെ സ്ഥലങ്ങൾ എവിടെ കിട്ടും? നമ്മൾ കേരളം ശരിക്കും പറഞ്ഞ ഗോഡ്സ് ആൻഡ് കൺട്രി തന്നെയാണ്. അടിപൊളി പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ് നമ്മുടെ കേരളം തന്നെയാണ്. പ്രകൃതി ഭംഗി വാവ് വേറെ ലെവലാണ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റുകാർ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ട്രീയിൽ കയറാൻ പറ്റുമോ? അവിടെ ട്രീ ഹൗസിലേക്ക് നോ എൻട്രി ആണ്, പറ്റില്ല. സോ താഴെ നിന്ന് വീഡിയോ എടുത്ത് റിവറിൻ്റെ അടുത്ത് വന്നു. ഇവിടം വരെ വന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. സോ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കും. പിന്നെ കയറൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് അപ്പുറത്ത് പോകാൻ പാടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവരും അത് പെർമിഷൻ തരില്ല. സോ ഗൈസ്, സേഫായിട്ട് വീഡിയോ എടുക്കുക, ഫോട്ടോഷൂട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതുപോലത്തെ പ്ലേസിൽ വിസിറ്റ് ചെയ്താലേ നമ്മൾ മനസ്സിനും ഒരു ആശ്വാസം, ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുകയുള്ളൂ, എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇതുപോലത്തെ വൈബ് ഇപ്പം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ആരും ഉണ്ടാവില്ല. പ്രായമായാലും കുട്ടികളായാലും ബാച്ചിലേഴ്സ് ആയാലും എല്ലാവർക്കും ഒരേ വൈബാണ്. മനസ്സിന് ഒരു തൃപ്തി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, സന്തോഷം. ആർക്കും ഒരു എന്താ പറയുക, ശല്യമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ചിൽ ആൻഡ് എൻജോയ്. സോ ഗൈസ്, സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി തന്നെയല്ലേ? എനിക്കെന്തായാലും സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൻ്റെ കൂടെ കൂടിക്കോളൂ ഗൈസ്.